ഹായ്, ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ മുതൽ ലൈവ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രത്യേകിച്ച് പറയാനുണ്ടായിരുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിൽ വന്ന ദിവസം തന്നെ ഓരോ ബാഡ്ജ് 3 പേർക്ക് കൊടുത്തിരുന്നു. അത് ബാഡ്ജ് കയ്യിലുള്ളവർ 1 ആര്യൻ, 2 ആദില നൂറ, 3 ജിഷേൽ എന്നിവരുടെ കയ്യിലാണ് ബാഡ്ജ് ഇപ്പോഴും അന്ന് കൊടുത്ത സ്റ്റാർ ബാഡ്ജ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റാർ ബാഡ്ജ് പിന്നെ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അതൊരു ഡിബേറ്റിലൂടെ അത് വാങ്ങിയെടുക്കാം. അപ്പം ആ ഡിബേറ്റിലൂടെ വാങ്ങാൻ പോകുമ്പോൾ ഇവരുമായിട്ട് ഓപ്പോസിറ്റ് ഡിബേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവർ എന്തുകൊണ്ട് അവരതിന് അർഹരാണ് എന്ന് പറയണം. അതുകൊണ്ടാണ് അവർ ആ ബാഡ്ജിന് അർഹർ എന്ന് പറഞ്ഞ് ആ ഡിബേറ്റിൽ അവർ സംസാരിച്ച് ഈ ബാഡ്ജ് കയ്യിലുള്ളവരെ തോൽപ്പിക്കണം. ഇതാണ് ടാസ്ക്. അപ്പോൾ ആദില നൂറയ്ക്കെതിരെ വന്നിരിക്കുന്നത് നമ്മുടെ ശാരികയാണ്. ആര്യനെതിരെ വന്നിരിക്കുന്ന ഒനിയിലാണ്. ജിഷേലിനെതിരെ വന്നത് നിവീനാണ്. അപ്പോൾ ആദില നൂറിക്കെതിരെ വന്ന ശാരിക ഒരുപാട് സമയം സംസാരിച്ചു. എങ്കിലും ശാരികയ്ക്ക് അവരോട് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അവരെ സംസാരിച്ച് കൺവിൻസ് ആക്കാൻ പറ്റിയില്ല. പക്ഷേ ആദില നൂർ അതിന് ഓപ്പോസിറ്റായിട്ട് വളരെ കൃത്യമായ മറുപടി കൊടുക്കുകയും അവർ തന്നെ അതിൽ വിൻ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ജിഷേലിനെതിരെ നിവീൻ വന്നിട്ട് പറഞ്ഞു, ജിഷേൽ പറഞ്ഞത് ജിഷേൽ ചോര പൊടിഞ്ഞ് ഉണ്ടാക്കിയ ബാഡ്ജാണ്, ഒരുപാട് പ്രോബ്ലംസ് അതിനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് 1-2 സെന്റൻസിൽ പറഞ്ഞ് ഈ കൊടുത്ത സമയത്തിനുള്ളിൽ ജിഷേലിന് മലയാളത്തിൽ അത്ര ഒരുപാട് സംസാരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് 1-2 കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ നിവീൻ അത് വളരെ കൃത്യമായിട്ട് പോയിന്റ് ബൈ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താനൊരു കോറിയോഗ്രാഫർ ആണെന്നും തൻ്റെ നല്ല വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തൻ്റെ ബാഗിലുണ്ട്, അതൊക്കെ ഇട്ട് അവനും വളരെ മനോഹരമായി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അങ്ങനെ ചോര പൊടിയേണ്ട കാർഡൊന്നും ബിഗ് ബോസ് സീസൺ 7 ആണ്, ഇതിലൊരു കാർഡും ഇറക്കേണ്ട കാര്യമില്ല, ചോര പൊടിയേണ്ട കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല, ചോര പൊടിഞ്ഞു തന്നെയാണ് എല്ലാവരും, അവർക്കും ബാഡ്ജ് കിട്ടിയില്ലെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ചോര പൊടിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിവിൻ ഫുൾ ടൈം ഒരു എന്റർടൈനർ പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഷോ വന്നപ്പോൾ അവൻ്റെ കഴിവ്, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ അവൻ്റെ കഴിവ് വളരെ കൃത്യമായി പറഞ്ഞ് അവൻ ആ ബാഡ്ജ് അർഹനായി. അതുപോലെ ആര്യനെതിരെ വന്നത് ഒനിയിലാണ്. ഒനിയിലും സംസാരിച്ച് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ആര്യനും ഒനിയിലും അവിടെ തോറ്റു. അപ്പോൾ ഇതിൽ വിന്നായത് നിവീനാണ്. അപ്പോൾ അതായിരുന്നു ഒരു പ്രശ്നം. പിന്നെ ഈ ജിഷേലിന്റെ കയ്യിൽ നിന്ന് ഈ സ്റ്റാർ ബാഡ്ജ് പോയതിനു ശേഷം ജിഷേൽ അതിനുശേഷം അന്നേരം തൊട്ടേ ബിഗ് ബോസ് വീട്ടിനകത്ത് അലപ്പ് തുടങ്ങിയതാണ്. ഒരു രക്ഷയുമില്ല, എല്ലാവരോടും അലപ്പ്. മറ്റുള്ളവർ ജിഷേലിനോട് നിവീനോട് ഫേവറിസം കാണിച്ചു, ജിഷേലിനെ മാറ്റി നിർത്തുന്നു. അപ്പോൾ ഓരോരുത്തരും വന്ന് ജിഷേലിനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇത് മലയാളം ബിഗ് ബോസ് ആണ്, നീ മലയാളത്തിൽ തന്നെ സംസാരിക്കണം, നീ എന്തുകൊണ്ട് മലയാളത്തിൽ സംസാരിച്ച് നീ സമയം വരെ സംസാരിച്ചില്ല, അതാണ് നിനക്ക് പറ്റിയത്, നിനക്ക് എതിരെ നിന്ന നിവിൻ ആ സമയം ഫുള്ള് അവൻ ഉപയോഗിച്ച് ഉണ്ട്, അതുകൊണ്ട് അവനാണ് അർഹൻ, അതുകൊണ്ടാണ് കൊടുത്തത്, അവിടെ ഫേവറിസം കാണിച്ചതല്ല, ഇത് മലയാളം ബിഗ് ബോസ് ആണ്, നീ മലയാളത്തിൽ തന്നെ സംസാരിക്കണം. അങ്ങനെ മലയാളവും ഹിന്ദിയും തമ്മിലൊരു അടിയൊക്കെ നടന്നു. അനീഷുമായിട്ടും ജിഷേലുമായിട്ടൊക്കെ നല്ല വഴക്ക് പറഞ്ഞു. ജിഷേൽ വഴക്കുണ്ടാക്കുന്നത് കാരണം മറ്റൊന്നുമല്ല, അവർക്ക് നല്ലോണമൊക്കെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കണം. അപ്പോൾ ഈ തന്റെ പെട്ടി എവിടെ നിന്ന് പോകുമ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കൊണ്ടും അസൂയ കൊണ്ടും ഒക്കെയാണ് ജിഷേൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടന്നത്. പിന്നെ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ വിധവാ കാർഡും പിന്നെ മെഡിസിൻ കാർഡും അങ്ങനെ ഓരോരോ കാർഡുകൾ ഇറക്കിയുള്ള പരിപാടിയായിരുന്നു. ഇന്നലെ നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടതാണ്. നമ്മുടെ രേണുവിന് അക്ബർ സ്റ്റാർ സിംഗറിലെ അക്ബർ വന്നിട്ട് സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നതിന് ഇന്നലെ വൈകിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മാപ്പ് പറയാൻ ആൾ വില്ലിങ് ആണെന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിനെ തുടർന്ന് ഇന്ന് വീണ്ടും അവർ ഇന്ന് രേണു സംസാരിക്കുന്ന ഇടയിൽ രേണു പലപ്പോഴും അതിനുശേഷം രേണു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും, വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ്, സ്ത്രീകളും അമ്മമാരും ഇതൊന്നും കാണുന്നില്ലേ, അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു അതായത് ആ വിധവാ കാർഡിലൂടെ ഒരു
ഒരു വിധവ കാർഡിലൂടെ ഒരിടം ആ ഒരു സംഭവത്തിലൂടെ ഒരിടം പിടിച്ച് എടുക്കാൻ നോക്കുകയാണ് രേണുസുത്. അപ്പം അതിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അവിടെയുള്ള മത്സരാർത്ഥികൾക്കിടയിൽ വീണ്ടും ചർച്ചയ്ക്കിടയായി വിഷയം. ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ അക്ബറാണ്. അക്ബർ വേറെ എന്തൊക്കെയോ പേരുകൾ വിളിക്കാമായിരുന്നു. സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ഒരു പേര് രേണുവിന് ഇട്ടുകൊടുത്തതേ മഹാ തെറ്റായി പോയി. അത് തെറ്റ് തന്നെയാണ്. തെറ്റ് ആര് കാണിച്ചാലും നമ്മൾ തെറ്റ് എന്നു പറയണം. അത് തെറ്റായിപ്പോയി. പക്ഷേ അതിലൂടെ ഏറ്റവും താഴെ കിടന്ന രേണുവിന്റെ സ്കോർ കൂടി ഇപ്പോൾ രേണുവാണ് വോട്ടിങ്ങിൽ മുന്നിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ തന്നെയാണ്. അക്ബറിന്റെ ബുദ്ധിയില്ലായ്മയാണ് രേണുവിന് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലാതെ രേണു ബിഗ് ബോസിൽ പറയത്തക്കതായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആ ലൈവ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ആരുടെങ്കിലും കൂടെ അടി ഉണ്ടാക്കുന്നതല്ലാതെ, ഈ 1-2 കാര്യങ്ങൾക്ക് ആരുടെയെങ്കിലും കൂടെ അടി ഉണ്ടാക്കുന്നതല്ലാതെ രേണു ബിഗ് ബോസിൽ യാതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ കണ്ട ലൈവിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ഷാനവാസിന് ഓൾറെഡി എന്തൊക്കെയോ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇന്നലത്തെ ആ ബെഡിന്റെ ടാസ്ക് വന്നപ്പം പറഞ്ഞു പാവം മെഡിസിൻ കഴിച്ച് ഉറങ്ങുന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അനീഷ്, നമ്മളെ ക്യാപ്റ്റനായ അനീഷ് വന്ന് പറയുന്നുണ്ട്, ഇവിടെ ബിഗ് ബോസ് ഈ സീസൺ 7 ആണ്, ഇവിടെ മെഡിസിൻ കാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിക്ടിം കാർഡോ അങ്ങനെ ഒന്നും ആരും ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. അതാണ് പിന്നെ ഇന്ന് നടന്നത്. പിന്നെ വേറൊരു ഗെയിം കൂടെ നടന്നിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് അനീഷിനെ കൊണ്ടൊരു ഇൻസ്പെക്ഷൻ ചെയ്യിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഈ ബിഗ് ബോസ് കൊടുത്ത സാധനങ്ങളല്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ടാസ്ക് പോലെ വന്നിട്ടുണ്ട്. അതിൽ കുറെ പേര് ആരും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമാണോ നീ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ എന്ന് മനീഷ് ചോദിക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചോളാൻ പറയുന്നുണ്ട്. അതുപോലെ രണ പറയുന്നുണ്ട്. അപ്പോൾ 99% ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നു, അപ്പോൾ ബാക്കി 1% അത് ചേട്ടൻ കണ്ടുപിടിക്കണമെന്ന് രണ ഫാത്തിമ പറയുന്നു. ബിൻസിയും അതുപോലെ തന്നെ, ബിന്നി സെബാസ്റ്റ്യനും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ഉപയോഗിച്ചിട്ടില്ലാതിരിക്കാം. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ തന്നെ അത് കണ്ടുപിടിക്കൂ എന്നാണ് നമ്മളെ ബിന്നി സെബാസ്റ്റ്യനും പറയുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു, ഇത്രയുമൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ ഞാൻ ലൈവ് കണ്ടതുവരെ ഉള്ള അപ്ഡേറ്റുകൾ. അതൊക്കെയാണ്. അതിനുശേഷമുള്ള ബാക്കി അപ്ഡേറ്റുകൾ നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പം സമയമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കൂടെ ഇട്ട് നിങ്ങളെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. നന്ദി, നമസ്കാരം.